ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജനുവരി 30, 31 തീയതികളിലുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിനോട് അനുബന്ധിച്ച് വരുന്ന കുറച്ച് GK ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഉജ്ജീവനം എന്ന് പറയുന്നത് എന്താണ്? കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള 100 ദിന ക്യാമ്പയിൻ പരിപാടിയാണ് ഉജ്ജീവനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് സുസ്ഥിര ഉപജീവന മാർഗം ലഭ്യമാക്കുക. അപ്പോൾ എന്താണ് അതിദരിദ്ര കുടുംബങ്ങൾക്ക് സുസ്ഥിര ഉപജീവന മാർഗം ലഭ്യമാക്കുക എന്നതാണ് ഈ ഉജ്ജീവനം കൊണ്ട് ഉള്ള ലക്ഷ്യം. അപ്പോൾ ഇനി നമുക്ക് കുടുംബശ്രീയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് AV വാജ്പേയി ആണ്. എന്നാണ്? 17 മെയ് 1998. 1998 മെയ് 17-നാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറം. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് 17 മെയ്യിൽ 98 ഉദ്ഘാടനം ചെയ്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയത് 1999 ഏപ്രിൽ 1 മുതലാണ്. അപ്പോൾ കുടുംബശ്രീയെ 3 തട്ടായിട്ട്, അതായത് തലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അയൽക്കൂട്ടം. അപ്പോൾ കുടുംബശ്രീയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം ഏതാണ്? അയൽക്കൂട്ടം. ഇത് പണ്ടൊരു ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വാർഡ് തലത്തിൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അതിൻ്റെ മൂന്നാമത്തെ ഘടകം പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ വരുമ്പോൾ അതിന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഇപ്പോൾ ഇവിടെ സൊസൈറ്റിയാണ്, മാറിപ്പോയതാണ്. പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടം, അത് കഴിഞ്ഞ് വാർഡ് തലത്തിൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, പിന്നീട് പഞ്ചായത്ത് നഗരസഭാ തലത്തിൽ വരുമ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഇനി അടുത്തത് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള സഹകരണ വകുപ്പിൻ്റെ മൊബൈൽ ആപ്പ് ആണ് അങ്ങാടി. അപ്പം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള സഹകരണ വകുപ്പിൻ്റെ മൊബൈൽ ആപ്പ് അങ്ങാടി. ഇനി അടുത്തത് ISROയുടെ 100ാം വിക്ഷേപണം പൂർണ്ണ വിജയമായിരുന്നു. എന്നാണ് ISRO 100ാമത്തെ വിക്ഷേപണം? 29/1/2025 ISRO 100ാം വിക്ഷേപണം നടത്തിയത്. വിക്ഷേപിച്ച ഉപഗ്രഹം ആണ് NVS 02. ISROയുടെ 100ാം വിക്ഷേപണത്തിൽ വിക്ഷേപിച്ച ഉപഗ്രഹം NVS 02. ഇപ്പോൾ ഏത് വഴിയാണ് വിക്ഷേപിച്ചത്? GSLV F-15 റോക്കറ്റിലാണ് ISROയുടെ 100ാം വിക്ഷേപണ ഉപഗ്രഹമായ NVS 02 വിക്ഷേപിച്ചത്. ഇനി അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് നോക്കാം. ISROയുടെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇപ്പോഴത്തെ പുതിയ ചെയർമാൻ ഡോക്ടർ V നാരായണനാണ്. VSSC ഡയറക്ടർ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ. സതീഷ് ധാവൻ സ്പേസ് സെന്റർ ഡയറക്ടർ A രാജരാജൻ. സതീഷ് ധാവാൻ സ്പേസ് സെന്റർ ഡയറക്ടർ A രാജരാജൻ. 100ാം വിക്ഷേപണത്തിൻ്റെ മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ. 100ാം വിക്ഷേപണത്തിൻ്റെ മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ. സ്പേസ് എക്സിൻ്റെ സ്ഥാപകൻ ഇലോൺ മസ്ക്. ഇതിനകത്ത് ISRO വിക്ഷേപിച്ച അതിൽ സ്പേസ് എക്സിൻ്റെ കാര്യവും പറഞ്ഞതുകൊണ്ടാണ് അതിൻ്റെയും കൂടെ കാര്യം പറഞ്ഞത് ഇതിനകത്ത്. അപ്പോൾ സ്പേസ് എക്സിൻ്റെ സ്ഥാപകൻ ഇലോൺ മസ്ക്. ഇത് നേരത്തെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ സ്പേസ് എക്സിൻ്റെ ആസ്ഥാനം കാലിഫോർണിയ. സ്പേസ് എക്സിൻ്റെ ആസ്ഥാനം കാലിഫോർണിയയാണ്. ഇനി ഇന്ത്യയുടെ ആദ്യ ഗതി നിർണയ ഉപഗ്രഹം IRNSS 1A ആണ്. IRNSS 1A ആണ്. ISRO ആസ്ഥാനത്തിൻ്റെ പേര് അന്തരീക്ഷ ഭവൻ.
ബാംഗ്ലൂർ. ISRO നിലവിൽ വന്നത് 1969. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ISROയുടെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം അഹമ്മദാബാദ്. ഇന്ത്യയുടെ പ്രധാന മിസൈൽ കേന്ദ്രം ചാന്ദിപ്പൂർ, ഒഡീഷ. ഇന്ത്യയുടെ പ്രധാന മിസൈൽ കേന്ദ്രമാണ് ചാന്ദിപ്പൂർ, ഒഡീഷയിലാണ്. ISROയുടെ സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ. ISROയുടെ സാറ്റലൈറ്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരിൽ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി.